വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ട്രാവലോഗ് ടൈപ്പ് ഒരു വീഡിയോ ആണ്. വേറൊന്നല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ അവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ യെസ്, ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ വന്ദേ ഭാരതിലാണ് പോണത്. അപ്പോൾ ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പാക്കിങ് തുടങ്ങാം. നിങ്ങൾക്ക് അറിയാമ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസ് സീരീസ് ആക്ച്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. പക്ഷേ ഇവിടുന്ന് ട്രീ കംപ്ലീറ്റ്ലി കൊണ്ടുപോകാം. അതും ഞാനും മോളും ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ എന്നാൽ നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് നമുക്ക് പിക്ക് ചെയ്യണം. സോ നമുക്ക് എന്തൊക്കെയാണ് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കൊണ്ടുപോകാൻ ഒരു സംഭവം, ഈ ഒരു ക്രൗൺ പോലത്തെ സംഗതിയും പിന്നെ ഈ ഒരു ഹാങ്ങിങ്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലൈറ്റ്, ഇത്തരം സാധനങ്ങളും പിന്നെ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഈ ഒരു ട്രീ, പിന്നെ നമ്മുടെ കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കട്ടെ. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പിന്നെയും കുറച്ചുകൂടെ എളുപ്പം. എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും വരും ക്രിസ്മസിന്, ഫാമിലി. അപ്പോൾ അവർ കാറിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് കാറിൽ അത് കൊടുത്ത് വിടാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോകൽ കുറച്ച് റിസ്ക്കിയാണ്. കാരണം എൻ്റെ ഒരു ബാഗിൽ വേണം ഞാനിതെല്ലാം കൊണ്ടുപോകാൻ. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ഒരു നിവർത്തിയില്ല. എന്തെങ്കിലും വേണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ എന്താ പറയുക, ഫ്രീ ആയിരിക്കില്ല. കുറച്ച് ബിസി ആയിരിക്കും. നമ്മുടെ അമ്പലത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും. എനിക്ക് എന്നും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് വേണ്ട, നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി തൂക്കിയിടാം. അതേപോലെ തന്നെ ഇതിനെയും കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് അവിടെ പതുക്കെ ഇടാം. യെസ്, ഇത് മൂന്നും മതിയെന്ന് എനിക്ക് തോന്നണേ. വെറുതെ എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാവില്ല വണ്ടിയിലല്ല. ബാഗ് യൂസ് ചെയ്യാത്തൊരു ഗാർലൻഡ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോകാം. അപ്പം അത് ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പം ഞാനവിടെ കുറച്ച് തുണികൾ മടക്കി വെക്കണ്ടേ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കൂടി വന്നിട്ട് കുട്ടികളെ മടക്കണം, വലിയവർ മടക്കണം. ആയിക്കോട്ടെ, ഇതവിടെ മടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകാൻ പോണേ. അപ്പം നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ, അങ്ങനെ ഞാൻ എന്താ റെഡി ആവാൻ പോവാണ് നമ്മുടെ വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ്. സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് യാ, റെഡി ആവാം. ഹലോ, ഞാൻ എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അത് അവളെ സുന്ദരി ആയില്ലേ? അയ്യോ, ഞാൻ ശരിക്കും കൂട്ടട്ടെ. സോ യെസ്, ഞാൻ എന്താ റെഡിയായി. ഇപ്പോൾ പുട്ട് വെച്ചിട്ടില്ല, പുട്ട് വയ്ക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ യെസ്, നമ്മുടെ ഗ്ലാസും കൂടെ ആയപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ വീണ്ടും പൊട്ടെടുത്ത് വെച്ചു. പൊട്ടുള്ളതാണോ പൊട്ടില്ലാത്താണോ ഭംഗിയെന്നത് പറയണം കേട്ടോ. യെസ്, കം ഓൺ, റെഡി സെറ്റ് ഗോ. ടാടാ, നമ്മളവിടെ ബസ് കയറി. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ പോയി. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇനി നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പോകണം. ഒരു വട ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നമ്മളിതാ പോവാം. അങ്ങനെ നമ്മളിതാ ചായയും വടയും അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ഹെയറൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കി. ആൻഡ് നമ്മളിതാ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 4:30 കേട്ടോ ട്രെയിൻ ടൈം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. സീസണാണ്, 10ാമത്തെ കോച്ചാണ്, 3rd പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുകയാണ്. ലഗേജുള്ള കാരണം ഞാൻ പിന്നെ ലിഫ്റ്റിൽ കയറിയാലും ബാഗ് വെച്ചിട്ട് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ആ ടപ്പ് തെറിക്കും. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം 3-ലെത്തി. ഇനി കോച്ച് 10 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തപ്പിപ്പോവാം. എന്താ പറഞ്ഞാ അറിയൂ? വന്ദേ ഭാരത് വന്നില്ലല്ലോ. എന്താ വരാത്ത വന്ദേ ഭാരത് വന്നില്ലല്ലോ. ഇപ്പം വരുമല്ലോ.
സംഭവം അത്ര എക്സ്പെൻസീവ് ആണെങ്കിലും ജനലക്ഷങ്ങളാട്ടോ അതിൽ കയറാനാണ്. എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാവരും പൈസയേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ടൈമിനാണ്. അപ്പോൾ ഏറ്റവും മിനിമൽ ടൈമിൽ എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാ നമ്മുടെ വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുന്നു. ആണോ നോക്കട്ടെ, ഇതിൽ നോക്കി പറയാം, ഇവരോട് പറയാം. നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഫസ്റ്റ് ടൈം കയറുകയാണ്. വന്നു C7 സീറ്റ് നമ്പർ 6 സീറ്റ്. അയ്യോ കയറിയപ്പോഴും എടുത്തിട്ടോ. എത്ര വേഗം പോയല്ലേ? ഇത് വേഗം പോയി. ഇപ്പോഴാണ് ഞങ്ങൾ ഹാപ്പി ആയി അല്ലേ? വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ പറയാം. ഒരു മെട്രോ. താങ്ക് യു. മെട്രോയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ അങ്ങനെ പറയാം. നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെയാണ്. പുഷ് ബാക്ക് ആണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. സീറ്റും നമുക്ക് കൊള്ളാം. ആ റേറ്റിന് എന്താ ചോദിച്ചാണെങ്കിൽ മെയിനായിട്ട് സ്പീഡാണ്. കയറിപ്പിക്കും ഓട്ടോമാറ്റിക് ഡോറാണ് ക്ലോസ് ചെയ്ത് വാടുന്നു എന്നൊക്കെ പോവാണ്. പിന്നെ അടുത്ത ഷൊർണൂരാണ്, അത് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. അധികം സ്റ്റോപ്പുകളും സ്റ്റേഷൻസും ഇല്ല. അതാണ് മെയിനായിട്ടുള്ള ഗുണം. പെട്ടെന്ന് ഫാസ്റ്റ് ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിനുള്ള മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ അവർക്ക് വെള്ളം ഫ്രീ ആയിട്ട്. ഈ റിവോൾവിങ്ങിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കേട്ടോ. ഇത് നോർമൽ ചെയറാണ്, അതായത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഉണ്ടാകുന്ന സീറ്റില്ല, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വെള്ളം ആണ് ആകെ എനിക്ക് കിട്ടിയത്. ഫുഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റിൽ ഓൾറെഡി ബുക്ക് ചെയ്തവരാണെങ്കിൽ സീറ്റ് നമ്പറിൽ കറക്റ്റ് കൊണ്ടുതരും. ഞങ്ങളുടെ അടുത്തിരിക്കേണ്ട കുട്ടിക്ക് അങ്ങനെ കൊണ്ടു തന്നു. നമ്മുടെ അടുത്തും ചോദിക്കും വേണമെങ്കിൽ നമ്മളവിടെ പേ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ഐറ്റംസ് കൊണ്ടു തരുന്നുണ്ട്. പക്ഷേ അത്ര നന്നായിട്ടൊന്നുമില്ല. പരിപ്പോടെയൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ DTR വന്നിട്ട് നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും, ID കാർഡ് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഡിസ്പ്ലേ ഉണ്ട്, അതിൽ അത്യാവശ്യം ഇങ്ങനെ പരസ്യം പോലെയും അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മെട്രോയിലെ പോലെ തന്നെ അനൗൺസിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി. പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. മറ്റേതിൻ്റെ പോലെ നമ്മളങ്ങനെ കൺജസ്റ്റഡ് അല്ല, കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു, ഷൊർണൂർ സ്റ്റാർട്ട് ചെയ്തു. അധികം ടൈമൊന്നും നിൽക്കണില്ല, മെട്രോ പോലെ തന്നെയാണ്. കുറച്ച് ടൈം, ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് പോവും. ഓക്കെ തൃശ്ശൂരെത്തി. കിട്ടയില്ല വണ്ടി ഇറങ്ങാലോ. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. റെയിൽവേ സ്റ്റേഷൻ നടക്കാറാ പതിവ്. ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ അവിടെ ടിക്കറ്റ് അടിച്ച് വാങ്ങി. ഒരു 4-5 കൊല്ലമായിട്ട് എല്ലാ വർഷങ്ങളിലും ഈവനിങ് ഒരു നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടിട്ടില്ല, അതൊരു കണ്ടുനോക്കണം. നമ്മൾ തന്നെ ഇതിനു മുമ്പ് വീഡിയോ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നോക്കിയിട്ട് ഇവിടെ വരാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. പച്ചയല്ലടാ നമ്മുടെ ബസ്, ബ്ലൂ ആട്ടാ, പിങ്കല്ല ബ്ലൂ. അങ്ങനെ നമ്മളെ വീട്ടിലേക്കുള്ള ബസ് കയറി. വീട് വരെയുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഒരു 3/4 വഴി വരെയുള്ളത് കയറി. അവിടെ നിന്ന് അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. സോ നമ്മൾ അവിടെ നിന്ന്
സ്റ്റാർട്ട് ചെയ്തു. റൗണ്ടിലും പാർക്കിലൊക്കെയുള്ള അടിപൊളി ലൈറ്റിംഗ് ആണ് പാർക്കിലുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ അടിപൊളി മീൻസ് ന്യൂ ഇയർ വരെ ഉണ്ടാവും. ഇപ്പോൾ വരാത്തതൊക്കെ കാണാം, എൻജോയ് ചെയ്യാം. തൃശ്ശൂർക്കാർക്കും തൃശ്ശൂർ വരുന്നവർക്കും തൃശ്ശൂർ എത്തിയെന്നൊരു ഫീൽ ഇറങ്ങി ഇതാ വടക്കുന്നാഥനും പാറമേക്കാവും ഒരു വിഷ്വൽ ബ്യൂട്ടി നൽകുമ്പോഴാണ് അത് ഫീൽ ചെയ്യാം. ആൻഡ് ആ ശക്തൻ കണ്ടോ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സർക്കുലർ ആ പാതയല്ലേ അതും എല്ലാം ലൈറ്റിങ്ങോട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെ കൊണ്ടുപോയി ഗൈസ് റീച്ച്ഡ് ഹോം. അപ്പോൾ ഗുഡ് നൈറ്റ്.